chapter 8 and verse 27. Mark chapter 8 and verse 27. Jesus and his disciples went on to the villages around Caesarea Philippi. On the way, he asked them, "Who do people say I am?" See, it's a relevant question. Jesus Christ is asking his disciples, his close disciples, the 12, who do people say I am? ഞാൻ ആരാകുന്നു എന്ന് ജനം പറയുന്നു എന്നുള്ള ചോദ്യമാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോടായി ചോദിക്കുന്നത്. Now this morning, if suppose this question is being volleyed to us, നമ്മളിലേക്ക് ഈ ചോദ്യം വന്നാൽ, see, I read about Mahatma Gandhi. He said that Jesus Christ is a great teacher. വലിയ ടീച്ചറാണ്. I have noted down, when Swami Vivekananda says he's a great soul, the messenger. Jesus Christ ne kurichu tande kaazhchaya, And one more thing which Swami Vivekananda said was that had I lived in Palestine at the times of Jesus Christ, I would have, poured out my tears, not with ordinary tears, and washing his feet. Much more than that, I would have opened my heart, and with that blood I would have washed Jesus Christ's feet. മനസ്സിലാകുന്നുണ്ടോ? സ്വാമി വിവേകാനന്ദയാണ് തൻ്റെ വാക്കുകൾ. യേശു ക്രിസ്തുവിൻ്റെ ഐഹിക കാലത്ത് ഞാൻ പലസ്തീനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തൻ്റെ കാലുകൾ എൻ്റെ കണ്ണുനീര് കൊണ്ടല്ല കഴുകാൻ പോകുന്നത്, മറിച്ച് എൻ്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട് ഞാൻ തൻ്റെ കാലുകളെ കഴുകിയേനെ. അവർക്കുള്ള യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കണ്ടോ? ഭയങ്കര കാഴ്ചപ്പാടാണ്. And see, I haven't read anywhere about Swami Vivekananda that he has gone to Jesus Christ asking for some help. അതല്ല അതിൻ്റെ വിഷയം. It's not for that reason. Because he knew, though he was a devout Hindu, പക്ക ഒരു ഹിന്ദു ആയിരിക്കെ താൻ യേശുവിനെ കണ്ടെത്തിയപ്പോൾ തനിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ഒരു സിദ്ധനായ മനുഷ്യനല്ല, അതിനേക്കാളും സംവാട്ട് എക്സ്ട്രാ ഓർഡിനറി ആണ്. The question is relevant. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, who do you think Jesus Christ is? See, superfluous type of answers we might be giving, based on the scripture. But what is it on a personal note? വെറുതെ വാക്കുകൾ ഉച്ചരിക്കാതെ ഒന്ന് സമയമെടുത്ത് പോണ്ടർ ചെയ്ത് ഇരുന്ന് യേശു ക്രിസ്തു ശരിക്കും എനിക്ക് വേണ്ടി ആരാണ് എന്നൊന്ന് ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, we might be having a different perspective about him. If we take time, യേശു ക്രിസ്തു എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്നവനാണ് എൻ്റെ യേശു കർത്താവ്. ഞാൻ ദുഃഖിതനായിരിക്കുന്ന വേളയിൽ യേശു കർത്താവ് എനിക്ക് ആശ്വാസത്തെ തരുന്നവനാണ് യേശു. എൻ്റെ രോഗത്തിൻ്റെ സമയങ്ങളിൽ പലയിടത്തും ഞാൻ പ്രതീക്ഷ വെച്ച് പോയിട്ടുണ്ട്. ബട്ട് then somewhere when it is getting failed, I had my requisition at the feet of Jesus Christ and he delivered me. യേശുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ അതൊക്കെ, and which is very much right, very much right. പക്ഷെ now this question comes to the disciples. അവരെന്നെ സംബന്ധിച്ച് ആരെന്നാണ് അവർ പറയുന്നത്? And what was the answer? Next verse 28. They replied, "Some say John the Baptist. Some said John the Baptist. Others say Elijah. Elijah the prophet. And still others, one of the prophets." Still others, maybe some other prophet. See, a limited understanding about Jesus Christ. പരിമിതമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകളായതൊക്കെ. ജനത്തെ സംബന്ധിച്ച് ഏലിയാവിനെ പോലൊരു സാധാരണ മനുഷ്യനാത്താനും പ്രവചനത്തിൻ്റെ ദൂതുകളൊക്കെ തൻ്റെ പക്കൽ ഉണ്ടായേക്കാം. പക്ഷെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ചിലവർ യേശുവിനെ കണ്ടത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, മേ ബി ആ റീസെൻറ്റ് ടൈംസിലുള്ളവർക്ക് അവർക്ക് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് അറിയാം. മേ ബി ഫോർ ദാറ്റ് റീസൺ ദേ വുഡ് ഹാവ് സെഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. സി, മനുഷ്യരെല്ലാം യേശു ക്രിസ്തുവിനെ കാണുന്നത് എത്ര ചെറിയ കാഴ്ചപ്പാടിനകത്താണ്. നമുക്കും യേശുവിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഐ എം സ്റ്റിക്കിംഗ് ഓൺ വിത്ത് ദിസ്. ഈ ഒറ്റ ചോദ്യത്തിൻ്റെ പുറത്ത് എനിക്ക് നിൽക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. ഹൂ ഇസ് ജീസസ് ക്രൈസ്റ്റ് ടു അസ്? ടു മീ ആരാണ്?
Let it be ringing in your eardrum all through your life. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ പണ്ട് തൊട്ടേ എവിടെയോ അകത്ത് വന്ന് തട്ടിയത് കർത്താവിനോട് എന്നെ സന്ധിപ്പിച്ച് നിർത്തുന്നത്. Some type of questions, you know. Who is Jesus Christ to us? Who is he to us? I was just, reading scripture from Luke chapter 17. 11 to 19, it is given about 10 lepers. 10 lepers, we know. Jesus Christ, on his way to Jerusalem, 10 of them were there. 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടപ്പോഴേ ഞങ്ങളെ ശുദ്ധമാക്കണമേ എന്നവരുടെ നിലവിളിയുണ്ടായി. അവർ പാളയത്തിൻ്റെ പുറത്ത്, we know about that story. They can't be residing at a common place. They are not supposed to. They were ostracized. അവർ പുറത്ത് തള്ളപ്പെട്ടവരാ. They were somewhere outside. യേശു പോകുന്നു എന്ന് അവർ കരഞ്ഞ മാത്രയിൽ അവർ നിലവിളിക്കാൻ തുടങ്ങി, ഞങ്ങളെ ശുദ്ധമാക്കണമേ. And what Jesus did? Jesus said, go. ശുദ്ധമാകുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. He said, go and show yourself to the priest. പുരോഹിതനെ കൊണ്ടുപോയി ഞങ്ങളെ തന്നെ കാണിക്കുക. And what we read further is that on their way towards the priest, they were pure. They were pure. ശുദ്ധമായി അവർ. And what happens is that out of the 10, one only came back. ഒരുവൻ മാത്രം എന്തോ ചെയ്തു? We know that story, അല്ലേ? ഒരുവൻ മാത്രം. അവൻ ആരായിരുന്നു? He was a Samaritan ആണ്. 9 പേര് ദൈവത്തിൻ്റെ ജനം എന്ന് വിളിക്കപ്പെട്ടവരാ, നമ്മെ പോലുള്ളവരാ. When they got that healing, അവർക്ക് ഓർമ്മ വന്നില്ല ഇതാരാ ഹീലിംഗ് തന്നത്. They were excited. Excitement is that now they are pure. They can be having a normal life in the midst of the people. അവരുടെ വിഷയം അതാണ്. സൗഖ്യമാക്കിയവനെ അവരങ്ങ് മറന്നുപോയി. ഒരുവൻ ജാതീയ മനുഷ്യനാ. യേശുവിനെ സംബന്ധിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഒരു കാര്യം തനിക്കറിയാം, യേശു തന്നെ സൗഖ്യമാക്കി, തന്നെ ശുദ്ധമാക്കി എന്നതിനാൽ on the way when he found that he's cleansed, he stopped. He comes back running. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് when we read that, prostrate, താൻ വീഴുകയാ യേശുവിന്റെ മുൻപിലായിട്ട്. My dear ones, do we have such an attitude towards this Lord? യേശുവിനോട് നമുക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? When I was going through difficult times in my body and my soul, nobody could heal me. All the medications, in fact, backfired. Nothing was happening. But this Lord, somewhere deep within, when I started crying, nobody was noticing that cry. He healed me. നമ്മളിൽ എത്ര പേർക്ക് ശരിക്കും യേശുവിൻ്റെ അടുക്കൽ ഈ ഒരു മനോഭാവമുണ്ട്? ഒറ്റ മനുഷ്യൻ തിരികെ വന്നു. അവനോ ജാതീയനായിരുന്നു. അവൻ തിരികെ വന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ വന്നു വീണു. മൈ ഡിയർ വൺസ്, നമുക്ക് യേശുവിനോട് ഒരു സ്നേഹമുണ്ടാകണമേ. Again and again I'm telling you, വെറുതെ നാം യേശു എന്നൊക്കെ വിളിച്ച് പലതും പ്രാപിച്ചെടുത്തിട്ട് പലപ്പോഴും മറന്നു പോകുന്നൊരു പ്രകൃതം ഉണ്ടാകാതെ നാഥനെ സംബന്ധിച്ച് നമുക്ക് നല്ല ഗ്രാഹ്യമുണ്ടാകണം. We should have that loving attitude always, not for the reason that he will be giving me more and more, not for that reason. നോർത്ത് യേശു ക്രിസ്തുവും ആ സമാരിറ്റനും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച ഓർത്ത് നോക്കിക്കേ. What would have happened? For sure, when he has fallen down, യേശു ക്രിസ്തു തന്നെ പൊക്കി കാണും. കുഞ്ഞെഴുന്നേക്ക്, go back മോനെ, go back, go back, you are healed. My dear ones, your attitude, I don't have much time to be elaborating it, but then your attitude നമുക്കുണ്ടാകണം. The second one,
is from Luke chapter 23, verses 39 to 43. Again, a well-known story. What is the story about? It is about Jesus Christ, dangling on the cross. Along with him, two others are there, one on the left and one on the right. Isn't it? That is the story. Now what happens? One culprit, he's said to be a traitor. More than thief, he's said to be a traitor. ദേശദ്രോഹത്തിന്റെ കുറ്റത്തിനായി പിടിക്കപ്പെട്ടവനാ താൻ. ക്രൂശിൽ കിടക്കുമ്പോഴേ തനിക്ക് പെട്ടെന്ന് എവിടെ ഒരു വെളിച്ചം ലഭിച്ചു. He got enlightened, which we can read in verse 41 and 42. We are punished justly, for we are getting what our deeds deserve. But this man has done nothing wrong. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കണ്ടോ? This man has done nothing wrong. ക്രൂശിൽ കിടന്ന് താൻ പറയുകയാണ്. In normal circumstance, at a time of cross in our life, we would be in frustration. We would be in desperation. And many of the words which we utter would not be a right one. വല്ലാത്ത അളവിലുള്ള വാക്കുകളാണ് നമ്മളിൽ നിന്ന് വരുന്നത്. ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ഒരുവനെ സംബന്ധിച്ച് താൻ യേശുവിനെ കുറിച്ച് പറയുക, നമുക്കോ ന്യായമായിട്ടുള്ള ശിക്ഷയാണ് നമുക്ക് ലഭിച്ചത്, കിട്ടേണ്ടതായിരുന്നത്, കിട്ടേണ്ടതാ. ഇറ്റ്സ് എ കൺഫെഷൻ. And then he says, but this man has done nothing wrong. Then he said, Jesus, remember me when you come into your kingdom. See, he knew Jesus, that he alone, Jesus alone can receive him in the paradise. ഒരുവന് മാത്രമേ അത് കഴിയത്തുള്ളൂ. Let me tell you, none of our deeds, നമ്മൾ എത്ര സൽപ്രവർത്തികൾ ചെയ്യുന്നവരാണെങ്കിലും, no, Peter said it explicitly in 1 Corinthians chapter 13. What we read there is that, നിങ്ങളുടെ ശരീരം ചുടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താലും, നിങ്ങൾക്കുള്ളത് മൊത്തം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താലും, എല്ലാം ചെയ്യാൻ കഴിഞ്ഞേക്കാം, നിങ്ങൾ പ്രവചിച്ചാലും, വലിയ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്താലും, it all might be there with you. But if you don't have love, it's meaningless. It's meaningless. One on the cross, somewhere he got that insight that this Jesus Christ is not an ordinary one, is not an ordinary self. ഒറ്റ നിമിഷം കൊണ്ട് ആ വെളിച്ചം എനിക്ക് കിട്ടുന്നത്. And suddenly things gets changed. താൻ യേശുവിനോട് പറയുക, നീ രാജത്വം പ്രാപിച്ച് ഒരു വേളയിൽ മടങ്ങി വരുമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യണമേ, റിമെമ്പർ മീ, എന്നെയും കൂടെ ഒന്ന് ഓർക്കണം. Do we have that cry to Jesus? Lord, somewhere with a repentant heart, കർത്താവേ, എനിക്കതിനുള്ള യോഗ്യതയില്ല, ഞാൻ സമ്മതിക്കുക. But Father, remember me, O God. My dear ones, let our cry be to Lord Jesus to remember us. We might be scattered, we might go to different places, but earth is too small. ഒത്തിരി ചെറിയൊരു ദേശമായി, ഒരു രാജ്യം, ഒരു ഭൂഖണ്ഡമായി earth എന്ന് വെച്ചാൽ, എവിടെയൊക്കെ നാം ആയിരുന്നാലും ഇവിടുത്തെ നമ്മുടെ വാസ സമയം എത്രയുണ്ട്? 70, 80, 90 years, not more than that. One day we are going to leave this place. എത്ര നന്മകൾ പ്രാപിച്ചാലും, എത്ര ഉയർച്ചയിൽ നമ്മൾ നിന്നാലും ഇവിടെയൊക്കെ നിന്ന് നമ്മൾ പോകേണ്ടവരാണ്. പോകുമ്പോൾ ആരാ നമ്മളെ കൈക്കൊള്ളേണ്ടത്? ജീസസ് ക്രൈസ്റ്റ്. Cry out to him. Although it was the last stage, he had a desire. This culprit had a desire that if he would have got a chance to dwell with this Jesus Christ in this earth, he would have loved to do that. But he knew that it is not possible. ഇനിയും അത് നടക്കത്തില്ല. ഇനിയും അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയിടത്തേ പറ്റത്തുള്ളത്. എവിടെയാ?
കർത്താവ് അധിവസിക്കുന്ന സ്ഥലത്തേ പറ്റത്തുള്ളൂ. ഫോർ ദാറ്റ് റീസൺ ഹി ക്രൈഡ് ഔട്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോഴേ എന്നെയും കൂടെ ഒന്നോർക്കണമേ. നമ്മൾ യേശുവിൻ്റെ അടുക്കൽ എപ്പോഴും ഈ ഭൗമതലത്തിലുള്ള നന്മകളുടെ പുറകിലായി മാത്രം പോകാതെ, ഇവിടം കൊണ്ട് നമ്മൾ എന്ത് പ്രാപിച്ചാലും, we came here empty handed, maybe a better word is naked, and we are going to leave this place in the same fashion. ഇവിടെ ഒന്നും കൊണ്ടുപോകത്തില്ല. കർത്താവിനോടൊപ്പമുള്ള വാസം ഏറ്റവും ശ്രേഷ്ഠകരമാണ്. Cry out for that. And again, Mark chapter 5, from verse 1 to 20, it is about a demon-possessed man. We know about that story wherein he returns to normalcy. He was a demon-possessed man staying in the midst of the tombs, in a graveyard. In a graveyard, ആർക്കും വേണ്ടാത്തവനായി അവിടെ കിടക്കുന്നവനാ. ഒരു വേളയിലെ യേശു ആ വഴി കൂടെ പോയി. Why Jesus Christ could have gone that way? From near to that graveyard. We know that should have been a deserted place. എന്തുകൊണ്ടായിരിക്കും യേശു ആ വഴി കൂടെ പോയത്? ഈ ഒറ്റ മനുഷ്യനെ പ്രതീക്ഷിച്ചാണ്, തേടിക്കൊണ്ടാണ് താൻ പോകുന്നത്. ശിഷ്യന്മാർക്ക് മനസ്സിലാകത്തില്ല, നമുക്ക് മനസ്സിലാകത്തില്ല. But Jesus knows. നോക്കിക്കോണേ, what had happened with him? He got delivered. പൂർണ്ണമായിട്ടുള്ള വിടുതൽ തനിക്കുണ്ടായി. In verse 18 we read, As Jesus was getting into the boat, the man who had been demon possessed begged to go with him. He begged to go with him. See, that is his cry. I would also love to come with you. എനിക്കും അങ്ങയുടെ കൂടെ വരണം കർത്താവേ. See, when we get something from Jesus Christ, do we have that craving to be with Jesus Christ? ഒരു ക്രേവിംഗ് ഉണ്ടോ? എനിക്ക് എൻ്റെ യേശുവിനോടൊപ്പം വേണം, കർത്താവിൻ്റെ സാന്നിധ്യം വേണം, കർത്താവിൻ്റെ കൂടെ എനിക്ക് വാസം ചെയ്യണം. Or is it that momentarily we have got that craving? ഏതെങ്കിലുമൊക്കെ പെർട്ടിക്കുലർ സമയത്ത് വരുമ്പോൾ within a circle we have got that craving, within a bracket we have got that craving. Here is a man, when he got delivered, when he comes back to his senses, suddenly, he might have recognized all these years it has gone for him. He had that craving to be with Jesus Christ. യേശു തന്നെ കൊണ്ടുപോയില്ല. Rather he became an evangelist to Decapolis. Decapoli എന്ന് പറഞ്ഞ ദേശത്തേക്ക് താൻ മടങ്ങിപ്പോയി യേശുവിനെ കുറിച്ച് എല്ലായിടത്തും പറയാൻ തുടങ്ങി. യേശുവിൽ നിന്ന് വല്ലതും നമ്മൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ ഈ കർത്താവിനെ കുറിച്ച് പറയാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇത് കർത്താവിനുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ്. Do we have that attitude? Or do we have a grumbling heart? Always complaining, questioning, എപ്പോഴും ഇങ്ങനെ പലതിനെ പ്രതിയും നമ്മൾ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ ഒഴിവാക്കിയിട്ട്, is there not thousands and thousands of reasons for us to be gratefully obligated to him? ഒരു ഒബ്ലിഗേഷനോടുകൂടെ തന്നോടൊപ്പം ചേർന്നിരിക്കാൻ നമുക്കൊക്കെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടില്ലയോ? Are we ready for that? I would like to stop within 5 minutes. We know the story of Mary Magdalene. John 20, it's given. She runs out early in the morning. ആര് ചെല്ലുന്നതിനേക്കാളും മുൻപേ താനെന്തോ ചെയ്തു? യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്നു. എന്നെ അവിടെ വായിച്ചു വന്നപ്പോൾ എന്നെ എൻ്റെ അകത്ത് കയറി പിടച്ചൊരു വാക്കാണ് താൻ വിളിക്കുന്നൊരു വാക്കാ. യേശു with his resurrected body, he looks unto her and she calls Rabboni. ആ വിളി ഭയങ്കര ഡെപ്താണ്. ഞാൻ വായിച്ചു വന്നപ്പോൾ somewhere it is given as teacher, somewhere it is given as Lord, somewhere it is given as master. But I would like to interpret in this way. He is a teacher with empathy ആണ്. വെറുതെ ടീച്ചേഴ്സ് പഠിപ്പിച്ചങ്ങ് പോയാൽ മതി. താൻ വെറുതെ പഠിപ്പിച്ചു പോകുന്ന ഒരുവനല്ല. താനൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്നുകൊണ്ട് കയറുന്ന ഒരുവനാ യേശു ക്രിസ്തു. You know what Mary Magdalene, she was the one who was possessed with 7 demons. 7
ഭൂതാത്മാക്കൾ ഉള്ളവിടെ ആയിരുന്നു മറിയ, മേരി മഗ്ദലക്കാരത്തി മറിയ. And when she got delivered, പിന്നെ തനിക്ക് യേശുവിനെ വിട്ടുപോകാൻ തോന്നിയിട്ടില്ല. All the earlier years, the people around, the men around would be looking at her with a lustful eye. But here is a man who is young at age, but he would be looking at her with a divine love. With a divine love. And she knows that nowhere in this world she would be having that type of love. And for that reason, തന്നോടി വന്ന്, ശിഷ്യന്മാരുണ്ടോ ഇല്ലയോ തനിക്കത് വിഷയമല്ല. And she was the one who could see the resurrected Jesus Christ first. എന്തുകൊണ്ടാ? കർത്താവിനോടുള്ള സ്നേഹം നിമിത്തമാണ്. When we have got delivered, don't be forgetting this Jesus Christ. യേശുവിനെ മറക്കരുത്. എപ്പോഴും നന്മകൾക്ക് വേണ്ടി യാചകരായി തൻ്റെ അടുക്കൽ പോകുന്നതിനേക്കാൾ നല്ലത് ഏതോ സമയത്ത് യാചിക്കാത്ത വേളയിൽ പോലും നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തന്ന, തൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ ആശ്വസിപ്പിച്ച, തൻ്റെ വാക്കുകളെ കൊണ്ട് നമ്മളെ പുലർത്തിയ യേശുവിനെ മറക്കരുത്, മറക്കരുത്. Love him more and more. We come back to the first passage which we read, Mark chapter 8 and 29th verse. But what about you? He But asked. What about you? He asked. Who do you say I am? നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? Who do you say I am? Yeah. Peter answered, You are the Christ. Peter answered, You are the Messiah. You are Christos. You are the messenger. You are our Savior. ആ വാക്കിൻ്റെ വ്യാപ്തി ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. The same Peter once said, You have got words of eternal life with you. Where can we be going? അങ്ങേ വിട്ടേച്ച് ഞങ്ങൾ എവിടെ പോകാനാ കർത്താവേ? എവിടെ പോയാലും ഞങ്ങൾക്ക് മടുപ്പുളവാകുന്ന, ദുഃഖമുളവാക്കുന്ന ഒത്തിരി വാക്കുകൾ ഉണ്ടാകാം. അങ്ങയുടെ പക്കൽ നിത്യജീവന്റെ മൊഴികളാണ്. We can't leave you off, oh Lord. We can't leave you. Let's close our eyes. Hallelujah. My dear children, the young ones and the elderly ones, the question is very much there to each one of us, to you. Who do you say I am? ഞാൻ ആരാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ എന്ത് പറയും? We need to find an answer for that. Who is Jesus to us? If we love him more than ourselves, we are qualified to be called a disciple. Do you want to be a disciple? Hallelujah. അതേ കർത്താവേ, ദൈവസഭയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മക്കളാ ഞങ്ങൾ. കുറവുകളൊക്കെ ഉണ്ട് കർത്താവേ, സത്യം. But we are submissive, Father. Speak unto our conscience, Father, so that we would be loving you more and more, O God. Not always for the reason that we would be having a goodwill in this earth,
comfort, oh Father. For our health alone, for the protection, oh God, which you provide. But more than that, Father, we would like to love you for the reason that there is a time coming when we are all going to dwell together. And we know that our life is a replica of what is there in store for us in heaven. Thank you, Lord. Thank you. We submit. We pray. And thank you for listening to our praise. In Jesus Christ's precious name we do pray. Amen. Now, as part of announcement, as usual, every morning we have got 5:30 prayer. Again, we would request whoever possible, try to join in that. And when Nancy was saying about the accident which was there in front and they got saved from as a family, ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. In 1995 and 96, 97, 95, 96, 97 കാലയളവിൽ ഒത്തിരി ദൈവത്തിൻ്റെ ദാസന്മാർ ആക്സിഡൻറ്റിൽ മരിച്ചു. I've shared it somewhere, ചെറിയ ചെറിയ ഇടങ്ങളിലൊക്കെ ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. ഒത്തിരി ദൈവത്തിൻ്റെ ദാസന്മാർ ആക്സിഡൻറ്റിൽ മരിച്ചു. It was a big question why it is happening to the servants of God. I met a youngster who was doing his BD course in Faith Theological Seminary, Manakala, who did his BD course there. He said, I did my thesis on that. And what he found in thesis is that Tanuttiri, priest, Marthoma priest, Catholic priest, pastors, scriptures, എല്ലാം കൂടെ താൻ പഠിച്ചു വന്നപ്പോഴേ ഒരു ദൈവത്തിൻ്റെ പൈതൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് his personal relationship with God, നാമും ദൈവമായിട്ടുള്ള ബന്ധം. First thing. Second is our family and family's relationship with God. And third is church and church relationship with God. When a church pray for an individual, നമ്മൾ വിചാരിക്കരുത് ഞാൻ പേഴ്സണലി എനിക്ക് ദൈവത്തോട് ഭയങ്കര ബന്ധമാണ്, സോ നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടു അസ്. ഈ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ബന്ധമില്ലാത്തവരായിരുന്നത് കൊണ്ടല്ല അവരൊക്കെ ഇങ്ങനെ പെട്ടുപോയത്. സംവേർ നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഒരു സർക്കിൾ കാണും. ഈ സർക്കിൾ പൊളിയും. എവിടെങ്കിലും ഒരിടത്തൊരു അയവ് വന്നാൽ, സംവേർ എ ലൂപ്പ് ഹോൾ ഈസ് ദേർ, സർക്കിൾ പൊളിയും. Satan will have an access. My dear ones, ഞാൻ ആവർത്തിച്ചു പറഞ്ഞോട്ടെ, നാമും ദൈവമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യണം. കുടുംബവും ദൈവമായിട്ടുള്ള ബന്ധം, ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻ. തേർഡ് ഇസ് ചർച്ച് ആസ് എ ഫാമിലി. ദൈവം കാണുമ്പം ഇതിനെ ആ ഫാമിലി എന്ന് കാണുന്നത്. ഈ ഫാമിലിയും ദൈവമായിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇറ്റ് കൗണ്ട്സ് എ ലോട്ട്. മോർണിംഗ് 5:30 prayer, if it is possible, join. Tuesday evening 9:30, night 9:30, we'll be having this ladies meeting. And this week we'll be having fasting prayer. So Thursday evening we'll be meeting together. And and then Friday morning we'll be having prayer in the church. Friday evening we'll be having prayer in Finney brother's house. Saturday morning in the church and Saturday evening in Madhu sir's house. So coming week we'll be having fasting prayer, and after that on Sunday, God willing, we'll be having Lord's Supper too, and we'll be having our dear servant of God, Pastor M.A. John, with us. വരുന്ന ആഴ്ച കർത്താവ് കരുണ ചെയ്താൽ നമ്മുടെ കൂടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ M.A. John അവറുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. And we would like to announce the demise of brother M.A. Jacob. നമുക്കറിയാം ജയൻ പാസ്റ്ററിൻ്റെ M.A. John സാറിൻ്റെയൊക്കെ ബ്രദറായിരിക്കുന്ന രണ്ടാമത്തെ ജ്യേഷ്ഠ സഹോദരൻ M.A. Jacob brother, he passed away. തൻ്റെ ഫ്യൂണറൽ ഇറ്റ്സ് ഓൺ Tuesday 21st. His funeral is there. 4-5 വെച്ചായിരിക്കും ശുശ്രൂഷകളൊക്കെ നടക്കുന്നത്. Just for your information. And
God willing, tonight Gigi Pastor would be coming back. തൻ്റെ യാത്രയോർത്ത് പ്രാർത്ഥിക്കണം. We've got a meeting, IPC meeting at Central Church, Ullur, Vajanamari. It is happening on January 31st, February 1st and February 2nd. Pray for that too. നമുക്ക് പ്രാർത്ഥനയോടെ പിരിഞ്ഞു പോകാം. After this we'll be having Sunday school. Let's close our eyes. നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. I would request Madhu sir if you could just pray and give the benediction. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവ് ഈ നിലയിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കർത്താവെ ദൈവസഭയായി കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പാടുവാൻ, സ്തുതിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാനൊക്കെ കർത്താവെ ദൈവം കൃപ ചെയ്തുവല്ലോ. കർത്താവെ സ്തോത്രം, നല്ല സാക്ഷ്യങ്ങളെ പ്രബോധനങ്ങളെയൊക്കെ ദൈവം എഴുന്നേൽപ്പിച്ചുവല്ലോ. കർത്താവെ ദൈവദാസന്മാർ കൂടി വിലയേറിയ ആലോചനകൾ ഹല്ലേലൂയ കർത്താവെ ശ്രവിപ്പാൻ്റെ കോണം കർത്താവെ ഞങ്ങളെ ദൈവം സഹായിച്ചുവല്ലോ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ അതെ ഞങ്ങൾ കേട്ടതുപോലെ ഹല്ലേലൂയ സ്തോത്രം. അതെ പത്രോസ് പറയുവാനായിട്ടിടയായി നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് എവിടേക്ക് പോകും. അതെ പത്രോസിന് ലഭിച്ച വെളിപ്പാട്, മറിയയ്ക്ക് ലഭിച്ച ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, അതെ ക്രൂശിലെ കള്ളന് ലഭിച്ച ആ വെളിപ്പാട്, അതെ ദൈവം ആരാണെന്നുള്ള ഒരു വെളിപ്പാട് ഹല്ലേലൂയ ഇവർ 3 പേരും അത് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി എന്ന് കേട്ടുവല്ലോ. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും ഹല്ലേലൂയ കർത്താവെ സ്തോത്രം, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഹല്ലേലൂയ അതെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു ദൈവമായിട്ടല്ല ഹല്ലേലൂയ, മറിച്ച് ഹല്ലേലൂയ അതെ പത്രോസിനും മറിയയ്ക്കും ഹല്ലേലൂയ ക്രൂശിലെ കള്ളനുമൊക്കെ ആ വെളിപ്പെട്ടതുപോലെയുള്ള ആ വെളിപ്പാടുകൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവെ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവെ അതെ ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണല്ലോ. ഹല്ലേലൂയ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അതെ കർത്താവെ അതെ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തുള്ളൂ എന്ന് പറയുന്ന ഒരു ആത്മീയ മനോഭാവം അല്ലെങ്കിൽ നിലനിർത്തുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പ്രത്യേക അതേ ബീഹാറിൽ നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ്റെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വേലയെ സ്നേഹിച്ച് ചെയ്യുന്ന ആത്മിക പ്രവർത്തനങ്ങൾക്കെല്ലാം കർത്താവ് പ്രതിഫലം കൊടുത്ത് മാനിക്കുകയും അനുഗ്രഹിക്കുകയും പിന്നെ നന്മകളാൽ ദൈവം നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ കരുതലിൻ്റെയും കരുണയുടെയും കരം കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഹല്ലേലൂയ സണ്ണി അതേ ബ്രദറും ഹല്ലേലൂയ അനേക ഹല്ലേലൂയ സ്തോത്രം ആത്മിക പ്രവർത്തനങ്ങൾ നടത്തുന്നുവല്ലോ. ഹല്ലേലൂയ അതിന്മേലെല്ലാം കർത്താവിൻ്റെ വലിയ കൃപയും സാന്നിധ്യം കൂടിയിരിക്കുമാറാകണമെന്ന് പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് വർദ്ധിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി അനേകരെ ഒരുക്കുവാൻ കർത്താവ് ഹല്ലേലൂയ ഈ 2 ദൈവദാസന്മാരുടെ ഹല്ലേലൂയ പ്രവർത്തനം കൂടി കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് കർത്താവെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം. ഇന്ന് കർത്താവെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊരിക്കൽ നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ആഴ്ചയിലെ എല്ലാ ഇടയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല വ്യാഴാഴ്ച തുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥന വ്യക്തിപരമായും കുടുംബപരമായും സഭാപരമായും ദേശപരമായും എല്ലാം കർത്താവെ വലിയ അനുഗ്രഹത്തിന് വിടുതലിന് ദൈവം കാരണമാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. അല്ലെങ്കിൽ എല്ലാ മീറ്റിങ്ങിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൃപയും കൂടിയിരിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധി തലകളെ വണക്കിയ ഹല്ലേലൂയ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇനി ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവ കൃപയുടെ വചനത്തിൽ ഹല്ലേലൂയ വേരൂന്നുവാൻ, ബലപ്പെടുവാൻ, ഹല്ലേലൂയ ശക്തിപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവെ സ്തോത്രം. ദൈവം അതെ ആരാണെന്നുള്ള ഹല്ലേലൂയ ആ ഒരു വലിയ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയിൽ പങ്കുള്ളവരായി നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിന് മഹത്വം. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഭയിലെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. നന്മകളാൽ നിറയ്ക്കും, കൃപയ്ക്കുള്ളിൽ മറയ്ക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. May the love of God, the grace of our Lord Jesus Christ, and the sweet fellowship of Holy Spirit be with us for now and forever. Let us shout the Lord with a hallelujah. Amen, Jesus. Amen. Maranatha. God bless you all. Thank you.
Next week, sorry, we'll be having our youth program. 26th, we'll be having our youth program too, just for your information.